ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉച്ച മുതൽക്ക് തുടങ്ങി പിറ്റേ ദിവസം ഉച്ച വരെയുള്ള തയ്യലിൻ്റെയും വീട്ടുജോലിയുടെയും ഓണത്തിരക്കും ഒക്കെ നിറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു കലാശക്കൊട്ട് കൂടെയാണ്, തയ്യലിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൊറിയർ ചെയ്യാനായിട്ട് കുറച്ചധികം തുണികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നും കൊറിയർ ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. ബാക്കി ഈ കസ്റ്റമറുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ. പിന്നെ മെയിനായിട്ട് ഒന്ന് രണ്ട് മെറ്റീരിയൽസ്, റെഫറൻസ് പിക്ചർ അയച്ചു തന്നതിലുള്ള മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ആ കളേഴ്സ് അതേപടി കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ജോലിയൊക്കെ തീർത്ത് ഞാനും മോനും കൂടെ ഇറങ്ങി കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമൊക്കെ വാങ്ങി മെറ്റീരിയൽസും ഒക്കെ കളക്ട് ചെയ്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് മെറ്റീരിയൽസ് അതേപോലെ തന്നെ കിട്ടി. അതിൻ്റെ ലൈനിങ്ങും ഒക്കെ സെയിം കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി തിരിച്ച് വന്നപ്പോഴേക്കും ആകെ ടയേർഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. വെയിലിൻ്റെ ചൂട് കാരണം വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വന്നിട്ട് അധികം റെസ്റ്റ് ചെയ്യാനൊന്നും നേരം കിട്ടിയില്ല. വന്ന പാടെ തന്നെ കൊണ്ടുവന്ന സാധനങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ട് നേരെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറും മീൻകറിയും അതുപോലെ പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കുക അത്രയേ ഉള്ളൂ. ഇന്ന് ഫുഡ് കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ ആകെ തളർന്നു പോയി. കാരണം വെയിലിൻ്റെ ചൂട് കൊണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ പോയ സമയത്ത് ഒരു ഷാർജയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് റീഫ്രഷ് ആയിട്ടിരുന്നെങ്കിലും തിരിച്ച് വണ്ടിയിൽ വീട് വരെ യാത്ര ചെയ്തപ്പോഴേക്കും വെയിലിൻ്റെ ചൂട് കൊണ്ട് ആകെ ഒരു വഴിയായി. പിന്നെ അതെ എന്തായാലും ഫുഡ് കഴിച്ചല്ലാണ്ട് പിന്നെ ഇനി ക്ഷീണം മാറുന്ന പരിപാടിയില്ല. ഫുഡാണല്ലോ മുഖ്യം. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ സമാധാനമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് വന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് കിടക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. അപ്പോൾ ആ ഉച്ച ഉറക്കം ഒഴിവാക്കാനായിട്ട് ഞാൻ നേരെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നു. പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അത്യാവശ്യമായിട്ട് കൊടുക്കാനുള്ള തുണികളാണ് കേട്ടോ. കാരണം ഇന്നും നാളെയും കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ കിടന്ന് ഉറങ്ങിയാൽ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു പട്ടുപ്പാവാടയ്ക്ക് വേണ്ടിയിട്ടാണ്. പട്ടുപ്പാവാടയും അതിൻ്റെ ഒരു ടോപ്പുമായിട്ട് ഒരു കുഞ്ഞു പാവയ്ക്കുള്ളതാണ് കേട്ടോ. ഒരു 3 വയസ്സുള്ളൊരു കുഞ്ഞു പാവയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ പാവാടയുടെ ആ ഒരു പീസൊക്കെ ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലൗസിൻ്റെത് ഞാൻ പിറ്റേ ദിവസമാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് ഇരിക്കാൻ പറ്റി. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ അരികൊന്നും കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് ആൾ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഇത് കൊറിയർ ചെയ്ത് കൊടുക്കേണ്ടി വന്നതല്ല. ഇത് കൊറിയർ ചെയ്യേണ്ട, നേരിട്ട് കയ്യിൽ കൊടുത്താൽ മതി എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കസ്റ്റമർ എനിക്ക് അറിയാവുന്ന കുട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതാണ്ട് അടുത്തുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൊറിയർ ബാഗിലാക്കിയെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തത്. കൊറിയർ ചെയ്തിട്ടില്ല. അപ്പോൾ ആൾക്ക് ഉടനെ തന്നെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് അപ്പോൾ തന്നെ എനിക്ക് ഫീഡ്ബാക്ക് അയച്ചു തന്നു കേട്ടോ. വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു പാവാട കുറച്ച് ഇറക്കം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടിയൊക്കെ ഉള്ള ഡ്രസ്സ് ഞാൻ കുറച്ച് വലിപ്പം കൂടുതലായിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് വലുതാവും. അപ്പോൾ അവർക്ക് കുറച്ച് നാൾ കൂടെ ഉപയോഗിക്കാൻ കണക്കിനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ബ്ലൗസ് ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവായിരിക്കും. പക്ഷേ നമ്മൾ അതിൽ ഇളക്കാനായിട്ട് കുറച്ച് സ്റ്റിച്ച് അധികം വിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് നാൾ ഉപയോഗിക്കാമല്ലോ. അപ്പം ഇത്രയും രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് ചെറുതായി പോയി കഴിഞ്ഞാൽ അവർക്കത് യൂസാക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ റെഫറൻസ് അയച്ചു തന്ന പിക്ചർ, ആ ഒരു പിക്ചർ അനുസരിച്ച് അത് ഇങ്ങനെ തന്നെ ആ ഒരു സ്ലീവൊക്കെ വേണമായിരുന്നു. അപ്പോൾ ആ രീതിക്കൊക്കെ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് ഇതുപോലെ ബട്ടർഫ്ലൈസ് വരുന്നുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ ശരിക്കും ഈ ബട്ടർഫ്ലൈസ് വെച്ചിട്ട് ഈ ഒരു മുത്തൊക്കെ നമ്മുടെ മെഷീനുണ്ടല്ലോ, ഈ ഒരു മുത്ത് വെക്കുന്ന മെഷീനുണ്ടല്ലോ, അത് വെച്ചിട്ട് പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആ ഒരു ഒറ്റ മുത്തല്ല കേട്ടോ. ആ ഒരു പിക്ചറിൽ 2 ബീഡ്സ് ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ലോങ് ബീഡ്സ്. അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് തന്നെ തുന്നിപ്പിടിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈവച്ച് തുന്നിപ്പിടിപ്പിച്ചെടുത്താണ് കേട്ടോ. എല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈസ് ചെയ്തെടുത്തത്.
അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷാവും. അപ്പോൾ ഇതിൻ്റെ 2 ഡ്രസ്സുകളാണ് കൊടുക്കാനുള്ളത്. ആദ്യത്തെ ഒരു ഡ്രസ്സ് തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ അത് കട്ട് ചെയ്ത് വർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ രണ്ടാമത്തെ ഡ്രസ്സെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് ഈ ബട്ടർഫ്ലൈസ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ട സ്ഥലമെന്നൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ടാണ് ഇതൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിൻ്റെ പണി കഴിയും. അപ്പോൾ 2 ഡ്രസ്സുകളും ഒരാൾ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവർ 2 ഡ്രസ്സും പാകമാണെന്ന് അടിപൊളിയാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പോൾ അതെ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതെല്ലാം ഇനി കൊറിയർ ബാഗിലാക്കി നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാനും മോനും കൂടെ പെട്ടെന്ന് റെഡിയായിട്ട് ഇതൊന്ന് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നേരെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ പെട്ടെന്ന് ഇത് കൊണ്ട് കൊടുക്കുക നിർത്തിയുള്ളൂ. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി ഇത് കൊണ്ട് കൊടുക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നേരെ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് പച്ചക്കറിയൊക്കെ വാങ്ങി തിരിച്ച് വന്നു കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ അധികം വ്ളോഗ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊന്നും ഞാൻ നിന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തിരക്കും ഇന്ന് പുറത്ത് പോയതിൻ്റെ തിരക്കും ഒക്കെ ആയിട്ട് ആകെ ടയേർഡായിരുന്നല്ലോ. അപ്പോൾ ഈ കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ ലൈറ്റായിട്ട് കുറച്ച് ചിപ്സൊക്കെ കഴിച്ച് കുറച്ച് നേരം വീഡിയോസൊക്കെ കണ്ട് ഞാനും മോനും കൂടെ അങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്തിരുന്നിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ. അതിന് ശേഷം എന്തേ പിറ്റേ ദിവസം രാവിലെ അപ്പോൾ ഇന്നും വർക്കുണ്ട്, ഇന്ന് 2 ധാവണി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ജോലി ഒതുക്കാമെന്ന് കരുതി നിൽക്കുകയാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ രാവിലെ ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് സ്കൂളില്ലല്ലോ, സ്കൂൾ അടച്ചല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം, ഉച്ചയ്ക്ക് ഫുഡിനും എടുക്കാമല്ലോ എന്ന് കരുതി പെട്ടെന്ന് എളുപ്പപ്പണി പെട്ടെന്ന് കുക്കറിൽ ഒരു ചിക്കൻ കറി വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാണ് നേരെ കിച്ചണിലേക്ക് കയറി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു പണി കഴിഞ്ഞ് ചെയ്ത് വെച്ച പാത്രം കൂടെ കഴുകി കഴിഞ്ഞാൽ എൻ്റെ കിച്ചണിലുള്ള എല്ലാ പണിയും തീർന്നു കഴിഞ്ഞു എന്നുള്ള ആശ്വാസത്തിൽ ഇരിക്കാൻ കേട്ടോ. പിന്നെ ഇനി തുണി അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്നും ഇരുന്നില്ല, കാരണം നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്ത് കൊടുക്കാനുള്ള വർക്കാണ്. അതുകൂടെ കഴിഞ്ഞാൽ ഒരു ഓണത്തിൻ്റെ തിരക്കും വർക്കും കാര്യങ്ങളും ഒക്കെ തീരും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. മോന് കുറേയൊക്കെ ഉള്ളിയൊക്കെ വഴറ്റി ഇളക്കിയൊക്കെ തന്നു. അന്നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് കുക്കറിൽ ചിക്കൻ കറിയൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. അപ്പവും ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ ഞങ്ങൾ അപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കേട്ടോ. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തു. അതിനുശേഷം പിന്നെ വീണ്ടും ഞാൻ നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോയി കേട്ടോ. അപ്പോൾ മോൻ കുളിച്ച് വന്ന് അവൻ ഫുഡ് കഴിക്കുകയാണ്. അവന് ഫുഡ് കഴിക്കാൻ രാവിലെ ഈ ചിക്കൻ കറിയും കാര്യങ്ങളൊന്നും അത്ര അങ്ങോട്ട് ഇറങ്ങത്തില്ല. അവനൊന്നും വേണ്ട, താല്പര്യമില്ല. എന്നാലും നിർബന്ധിച്ച് അവനെക്കൊണ്ട് കഴിപ്പിക്കുകയാണ്. കഴിച്ചോ പെട്ടെന്ന് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് കഴിപ്പിക്കാനായിട്ടോ. സ്കൂളില്ലെങ്കിൽ ഭയങ്കര മടിയാണ് രാവിലെ എണീക്കാനും കുളിക്കാനും കാര്യങ്ങളൊക്കെ നടത്താൻ ഭയങ്കര മടിയാണ്. എന്നാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ മടി പിടിച്ചിരുന്നാൽ പറ്റില്ലല്ലോ എന്ന് കരുതി ഞാൻ അവനെക്കൊണ്ട് റെഡിയാക്കി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, കുളിച്ച് റെഡിയായി വന്നിട്ട് കുറച്ച് പണിയുണ്ട്. അതായത് ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചർ. എക്സാം കഴിഞ്ഞല്ലോ, അപ്പോൾ അതിന് നാളത്തേക്ക് മാറ്റി വെച്ച് അവസാനം സ്കൂൾ തുറക്കുമ്പോഴും ചെയ്യാണ്ടങ്ങ് പോവും. അപ്പോൾ അത് കാരണം ഞാൻ ഇന്ന് തൊട്ട് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീണ്ടും സ്റ്റിച്ചിങ്ങിലേക്ക് പോയി കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു ധാവണിയാണ് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ജോർജറ്റ് പ്ലസ് അജ്രക് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ഇതൊരു റെഫറൻസ് പിക്ചർ കസ്റ്റമർ കാണിച്ചിട്ട് അങ്ങനെ പറഞ്ഞൊരു ധാവണി സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഓണം ഓഫറായിട്ട് ഒരു എമൗണ്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് നമ്മുടെ വാസുകി കമലം ഇൻസ്റ്റാ പേജിനകത്ത്. ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, എങ്കിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് നമ്പറുണ്ട്, വാസുകി കമലം എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. അതിനകത്തൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ധാവണി അവൈലബിൾ ആണ്. ഇതിൻ്റെ ബ്ലാക്കും
റെഡും അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റിച്ചഡ് ബ്ലൗസും സ്റ്റിച്ചഡ് സ്കേർട്ടും. പിന്നെ ഇത് വന്നിട്ട് ഷോളാണ് കേട്ടോ, ഹാഫ് സാരിയുടെ ഷോളാണ്. അപ്പോൾ ഇത് നല്ല ഒരു റിവ്യൂ തന്നെയാണ് ഇതിനും കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ അതെ 2 പേർക്കും ഒരേ കളറിൽ ഒരേപോലെ സിസ്റ്റേഴ്സാണ്, അവർക്ക് 2 അളവാണെന്നേ ഉള്ളൂ, രണ്ടും ഒരേ മെറ്റീരിയൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ഇതും കൊറിയർ ബാഗിലാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ ഇതും കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതും നേരെ ഏതാണ്ട് വൈകുന്നേരം കഴിഞ്ഞു കേട്ടോ, രാത്രി ആകാറായി. പിന്നെ ഇനിയിപ്പോൾ വേറെ വീഡിയോസ് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇന്നത്തോടു കൂടി നമ്മുടെ ഓണം തയ്യൽ തീരല്ലേ, ഇന്ന് തീരല്ല, ഇനി സ്റ്റിച്ച് ചെയ്യാൻ ഇരിപ്പുണ്ട്. എന്നാലും ഓണത്തിന് അത്യാവശ്യം കൊടുക്കാനുള്ളതെല്ലാം ഇന്നത്തോടെ തീർന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൊറിയർ ബാഗിലാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഓടിപ്പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ സമാധാനമായിട്ട് ഒന്ന് ഇരുന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ആയിട്ടാണ് പിന്നെ പുറത്തേക്ക് പോയി കേട്ടോ. സംഭവം ഇത് നമുക്ക് കൊടുക്കണം, ഇതിൻ്റെ ആൾക്കാർ വരും, അപ്പോൾ അവർക്ക് ഇത് കൊടുക്കണം. പിന്നെ വീണ്ടും നാളെ ഓണമാണ്, ഓണത്തിലേക്കുള്ള പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ വാങ്ങി കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം ടെക്സ്റ്റൈൽസിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥ, അത്രയ്ക്ക് തിരക്ക്, റോഡിൽ ഫുള്ളായിട്ട് തിരക്കൊക്കെ ആയിരുന്നു. എന്നാലും ചുമ്മാ വെറുതെ ഒന്ന് വണ്ടിയിലൊന്ന് കറങ്ങി വന്നപ്പോൾ അത്രയും ഒരു ആശ്വാസം കേട്ടോ, ഓണമായിട്ടൊന്ന് കറങ്ങിയല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.